കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. എംപിമാരെ സസ്പെൻഡ് ചെയ്തതിലൂടെ കോടിക്കണക്കിന് ഇന്ത്യക്കാരെ സർക്കാർ നിശബ്ദരാക്കിയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിനിടെ പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ സഖ്യത്തിലെ എംപിമാർ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. തങ്ങളുടെ പ്രതിനിധികളെ സഭയിൽ നിന്ന് പുറത്താക്കിയതിലൂടെ കോടിക്കണക്കിന് ഇന്ത്യക്കാരെ കേന്ദ്ര സർക്കാർ നിശബ്ദരാക്കുകയാണ് ചെയ്തത്. ഓരോ എംപിയും ലക്ഷക്കണക്കിന് വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്നു. എംപിമാരെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ജനപ്രതിനിധികൾക്ക് വോട്ട് ചെയ്ത കോടിക്കണക്കിന് ആളുകളെ നിങ്ങൾ നിശബ്ദരാക്കുകയും ചെയ്തിരിക്കുന്നു. മാധ്യമങ്ങളെ നിയന്ത്രിക്കാമെന്ന് അവർ കരുതുന്നു. രാജ്യത്തിന്റെ സമ്പത്ത് അദാനികൾക്ക് നൽകാമെന്ന് അവർ കരുതുന്നു. എന്നിരുന്നാലും അവർക്കൊരിക്കലും രാജ്യത്തെ യുവാക്കളെ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ഈ പോരാട്ടം സ്നേഹവും വെറുപ്പും തമ്മിലുള്ളതാണ്. എങ്ങനെയാണ് രണ്ട് യുവാക്കൾക്ക് ഗ്യാസ് കാനിസ്റ്ററുകളുമായി പാർലമെന്റിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്? അവർക്ക് സുരക്ഷാ പരിശോധന മറികടക്കാൻ സാധിച്ചു. ഈ സാഹചര്യത്തിൽ അവർക്ക് മറ്റെന്തെങ്കിലും അകത്തേക്ക് കൊണ്ടുവരാമായിരുന്നു. അവർക്ക് എങ്ങനെയാണ് ഈ പരിശോധനകൾ മറികടക്കാൻ സാധിച്ചതെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുകയുണ്ടായി. സംഭവം നടന്നപ്പോൾ സ്വയം രാജ്യസ്നേഹികൾ എന്ന് വിളിക്കുന്ന BJP എംപിമാർ ഓടിപ്പോയിരുന്നു. ടെലിവിഷനുകൾ ഇത് ജനങ്ങളെ കാണിച്ചില്ല. പക്ഷേ ഹൗസിനുള്ളിലുണ്ടായിരുന്ന ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചുവെന്ന് സുരക്ഷാ ലംഘനത്തിനിടെ അവിടെയുണ്ടായിരുന്ന BJP എംപിമാരെ പരിഹസിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം ഇതുപോലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും രാഹുൽ തുറന്നടിക്കുകയുണ്ടായി. അതുപക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റതിനായിരുന്നു രാഹുലിന്റെ നേതാക്കളോടുള്ള ആ കലി. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ വെച്ച നേതാക്കളെല്ലാം അദ്ദേഹത്തിന്റെ വിമർശനം നേരിടേണ്ടി വന്നു. രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും പ്രമുഖ നേതാക്കൾ ജയിക്കുമെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് രാഹുൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. കമൽനാഥ്, അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബാഗൽ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു രാഹുലിന്റെ രൂക്ഷ വിമർശനം. അതേസമയം രാഹുലിനെ തിരിച്ചു വിമർശിച്ച് ദിഗ്വിജയ് സിംഗും ഞെട്ടിച്ചു. തോൽവിയിൽ AICC നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് ദിഗ്വിജയ് സിംഗ് തുറന്നടിച്ചു. സമാജ്വാദി പാർട്ടിയുടേതടക്കമുള്ള ആഹ്വാനം തള്ളിയതിൽ കമൽനാഥിനും AICC നേതൃത്വത്തിനും തുല്യ പങ്കുണ്ടെന്നാണ് ദിഗ്വിജയ് സിംഗ് തിരിച്ചടിച്ചത്. അതേസമയം BJPക്കും NDA സഖ്യത്തിനുമെതിരെ ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യത്തെ മാറ്റുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരുങ്ങുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്.